വൺ പീസ് ആനിമയിലെ അറബാസ്റ്റ സാഗയിലെ അറബാസ്റ്റ ആർക്ക് രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. മരിപ്പച്ചയുടെ നാടായ അലബാസ്റ്റയിൽ ഒരിറ്റ് മഴവെള്ളം വീണിട്ട് 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. കലാപങ്ങൾക്കപ്പുറം പ്രതീക്ഷ കണ്ട് ജനങ്ങൾ ആയുധങ്ങളേന്തി. മരുഭൂമിയുടെ നാടിപ്പോൾ ദുഃഖത്തിന്റെ അലമുറയാൽ വിങ്ങുകയാണ്. നനോഹന നഗരം. ജനങ്ങളെല്ലാം ഒരു റെസ്റ്റോറന്റിന് മുന്നിൽ കൂട്ടം കൂടി നിൽക്കുകയായിരുന്നു. അതിനകത്ത് എന്താ നടക്കുന്നത് എന്നോർത്തവർ അതിശയിച്ചു. ഇവിടെന്ത് പറ്റിയെന്ന് ആൾക്കൂട്ടം കണ്ടുവന്ന ഒരാൾ ചോദിച്ചു. ആരോ ഒരാൾ റെസ്റ്റോറന്റിൽ വെച്ച് പെട്ടെന്ന് മരിച്ചു. പെട്ടെന്ന് മരിച്ചെന്നു? മുതലാളിയുമായി സംസാരിക്കുന്നതിനിടയ്ക്കാ മരിച്ചതത്രേ. പുള്ളി ഒരു സഞ്ചാരിയാ. യാത്രക്കിടയ്ക്ക് അറിയാതെ ഡെസേർട്ട് സ്ട്രോബെറി കഴിച്ചെന്നാ തോന്നുന്നത്. ഡെസേർട്ട് സ്ട്രോബെറിയോ? അതെന്താ? ചുവന്ന സ്ട്രോബെറി പോലെ ഇരിക്കുന്ന വിഷമുള്ള എട്ടുകാലിയാണത്. അതറിയാതെ കഴിച്ചാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആള് തീർന്നു പോകും. അതിനുശേഷം ശവശരീരത്തിൽ നിന്നും പകർച്ചവ്യാധി പോലെ വിഷം പടരും. അതുകൊണ്ട് ആരും അടുത്തേക്ക് പോവാത്തത്. മരുഭൂമിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതുപോലും നിങ്ങളെ കൊല്ലും. അത് നോക്ക്, അയാൾ കഴിച്ചുകൊണ്ടിരുന്ന ഇറച്ചി വരെ കയ്യിൽ പിടിച്ചേക്കുക. അത്ര ശക്തിയുള്ളതാ ഡെസേർട്ട് സ്ട്രോബെറി. ആളുകൾ എന്ത് ചെയ്യണമെന്നറിയാതെ നോക്കി നിന്നു. പെട്ടെന്ന് അയാൾ എണീറ്റു. എല്ലാവരും ഞെട്ടിപ്പോയി. അവന് ജീവൻ തിരിച്ചു വന്നു. അയാൾ കണ്ണ് ചിമ്മി ചുറ്റും ഒന്ന് നോക്കി. അടുത്ത് നിന്ന് സ്ത്രീ എന്തേലും പറ്റിയോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് അവൻ അവരുടെ പാവാട പൊക്കി മുഖം തുടച്ചു. ഓ ശോ, ഞാൻ ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയെന്നോ? നീ ആ പുള്ളിയോട് സംസാരിക്കുമല്ലായിരുന്നോ? പിന്നെ കഴിക്കുകയും ദേ അവൻ പിന്നെയും തിന്നാൻ തുടങ്ങി. എന്തുവാ ഇവിടെ ഇത്ര പ്രശ്നം? എന്നാ നിന്നെക്കുറിച്ച് ഓർത്താടാ? ഇവിടെ കോമഡി സ്കിറ്റ് വല്ലതും ചെയ്യുന്നുണ്ടോ? അങ്ങനെയല്ല, എന്താണേലും തനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് കടക്കാരൻ. ദേണ്ട സ്വിച്ച് ഇട്ട പോലെ അവൻ പിന്നെ ഉറങ്ങി. സംഭവമൊക്കെ മനസ്സിലായ ജനക്കൂട്ടം പിരിഞ്ഞുപോയി. അപ്പോഴാണ് ലൂഫി അന്വേഷിച്ച് അലബാസ്റ്റയിൽ വന്ന സ്മോക്കർ ആ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ വരുന്നത്. സ്മോക്കർ അയാൾ ഇരിക്കുന്നത് കണ്ടിരുന്നു. അവൻ അപ്പോഴേക്കും കഴിച്ചൊക്കെ കഴിഞ്ഞിരുന്നു. ഉയ്യോ, വയറ് നിറഞ്ഞു. പിന്നെ ചേട്ടാ, ഈ മനുഷ്യനെ ഇവിടെ കണ്ടതായിട്ട് ഓർക്കുന്നു. ലൂഫിയുടെ ബൗണ്ടി പോസ്റ്റർ കാണിച്ചിട്ട് അവൻ ചോദിച്ചു. സ്ട്രോഹാറ്റ് വെച്ചൊരു കടൽക്കൊള്ളക്കാരനാണിവൻ. പബ്ലിക്കിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോകത്തക്ക ധൈര്യമുണ്ടായിരുന്നല്ലേ നിനക്ക്? വൈറ്റ് ബിയർഡ് പൈരറ്റ്സിലെ 2nd ഡിവിഷൻ കമാൻഡർ പോഡ്കാസ്റ്റ് ഏസ് എന്ന് അവിടേക്ക് വന്ന് സ്മോക്കർ ചോദിച്ചു. വൈറ്റ് ബിയർഡ് എന്ന പേര് കേട്ടപ്പോൾ ജനങ്ങളെല്ലാം ഞെട്ടിപ്പോയി. വൈറ്റ് ബിയർഡ് പൈരറ്റ്സോ? അയാൾ വൈറ്റ് ബിയർഡ്സിൽ ഒരാളാണോ? ഒന്ന് ചിന്തിക്കുമ്പോൾ അയാളുടെ പുറത്തുള്ള ആ ചിഹ്നം ഞാൻ ഇതിനു മുൻപേ കണ്ടിട്ടുണ്ട്. അത് വൈറ്റ് ബിയർഡ് കടൽക്കൊള്ളക്കാരുടെ ചിഹ്നമാണ്. ഇയാൾക്ക് ഇവിടെ എന്ത് കാര്യം? ജനങ്ങൾ അത്ഭുതപ്പെട്ടു. നിന്നെപ്പോലെ പേര് കേട്ട പൈരറ്റിന് ഈ രാജ്യത്തെന്താ കാര്യം? സ്മോക്കറും ചോദിച്ചു. ഞാൻ തിരയുകയായിരുന്നു എൻ്റെ അനുജനെ. ടൗണിൽ തിരികെ വന്ന ലൂഫി ഫുഡേ 100 കാറിക്കൊണ്ട് ഓടി. അതെന്താ ഒരു മണം? ആ, അവിടെ ഒരെണ്ണമുണ്ട്, റെസ്റ്റോറൻറ്റ്. അവനാ ഹോട്ടൽ കണ്ടു. എന്താ, നിനക്കെന്തേലും വേണോ? ആ, നീ ഒന്ന് കീഴടങ്ങി തന്നാൽ മതി. ഓ ഇല്ല, താല്പര്യമില്ല. ആ തോന്നി, മറ്റൊരു പൈരറ്റിനെ നോക്കി വന്ന ഞാനും ബിസിയാണ്. സത്യത്തിൽ നിന്നെ പിടിക്കാൻ എനിക്കൊരു താല്പര്യവുമില്ല എന്ന് സ്മോക്കർ. എന്നാ എന്നെ കണ്ടില്ലെന്ന് അടിച്ചങ്ങ് പൊക്കോ? ഇല്ല, സ്മോക്കർ ആക്രമിക്കാൻ തയ്യാറായി. ഞാനൊരു മറീൻ ആയിരിക്കുന്നിടത്തോളം കാലം ഒരു പൈരറ്റിനെയും വെറുതെ വിടില്ല. ഓക്കെ, എന്നാ വാ. പെട്ടെന്ന് റെസ്റ്റോറൻറ്റ് കണ്ട ആവേശത്തിൽ ഗമഗമനോ റോക്കറ്റ് കൊണ്ട് ലൂഫി കുതിച്ചു. അവൻ ചെന്ന് സ്മോക്കറിനെ പുറത്ത് ഇടിച്ചു. സ്മോക്കർ പറന്നുപോയി ഏതിൻ്റെ ദേഹത്ത് ഇടിച്ച് എല്ലാവരും തെറിച്ചു പോയി. ആളുകൾക്ക് കണ്ടതൊന്നും മനസ്സിലായില്ല. ഫുഡേ അവസാനം ഒരെണ്ണം കിട്ടി. അയ്യോ, വിശന്നിട്ട് മേല. ചേട്ടാ, ഫുഡേ കുറേ എടുത്തു. ഓണറും അമ്പരന്ന് നോക്കി നിന്നു. കൊള്ളാം, അടിപൊളി ഫുഡ്, നന്ദി. പക്ഷേ നീ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത്. അതെന്താ? നീ ഇടിച്ചു പറത്തി വിട്ട ആൾക്കാരില്ലേ, അതാരാണെന്ന് അറിയുമോ? ആരെ ഇടിച്ച് ആര് പറന്നുപോയി എന്ന് ലൂഫി. നീ തന്നെ? ഞാനോ? ആരാ പറന്നുപോയേ? ഓണർ ചൂണ്ടിക്കാട്ടി. ഭിത്തി ഇടിച്ച് തെറിച്ചു പോയ കുറേ കിഴുത്തകള്. ഇതെന്താ ഇത്രയും കിഴുത്തകള്? വല്ലാത്ത സ്ഥലം തന്നെ ഇത്. ഇതാണോ തൻ്റെ ഹോബി? ഇത് നീ ചെയ്തതാടാ. ഞാനോ? എപ്പോ? പറന്നുപോയി വീണ ഏസ് എണീറ്റു. കൊനോ യാറോ, ആരാടാ ഇത് ചെയ്തേ? സ്മോക്കർ എണീറ്റു. ഏസ് തകർന്ന ഭിത്തിയിൽ കൂടി തിരിച്ചു നടക്കാൻ തുടങ്ങി. അതൊക്കെ കുറേ വീടിൻ്റെ ഭിത്തിയും കൂടിയായിരുന്നു. പോകുന്ന വഴിക്ക് അന്തം വിട്ട് ഞെട്ടി കഴിച്ചുകൊണ്ടിരുന്ന ഒരു ഫാമിലിയെ അവൻ കണ്ടു. ഓ, നിങ്ങളുടെ ഭക്ഷണം മുടക്കിയതിൽ ക്ഷമിക്കണം. ഏസ് പ്രോപ്പറായി ക്ഷമ ചോദിച്ചു. ഏത് തെണ്ടിയാണാവോ ഇമാതിരി പരിപാടി കാണിച്ചത്? ഏസ് വരുന്നത് കണ്ട് ഹോട്ടലിലെ ആൾക്കാരെല്ലാം ഓടി. അപ്പോഴാണ് ഏസ് ലൂഫിയെ കാണുന്നത്. സ്മോക്കറും അവനെ കണ്ടു. ലൂ, ഓയ് ലൂ. സ്മോക്കർ ലൂഫിയുടെ മുന്നിൽ വന്ന് നിന്നു. ലൂഫി കഴിക്കുന്നത് ലയിച്ചിരിക്കുകയാണ്. സ്മോക്കർ നേരെ ചെന്ന് അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കി നിന്നു. തൊട്ടു മുന്നിൽ വന്ന് നിന്ന സ്മോക്കറിനെ കാണാതെ ലൂഫി പോളിങ് തുടർന്നു.
നിന്നെ ഞാൻ നോക്കി നടക്കുകയായിരുന്നു സ്ട്രോഹാറ്റ്. അപ്പോൾ നീ അറബാസിയിൽ തന്നെ വന്നല്ലേ? ലൂഫി ഇത് കാണാതെ കനത്ത ബോളിങ്. തിന്നുന്നത് നിർത്തടാ. എന്നാൽ ലൂഫിയുടെ മനിൽ കൂടി ഫ്ലാഷ് ബാക്ക് ഓടി. അവനല്ലേ? കുറെ ചിന്തിച്ചിട്ട് അവന് പെട്ടെന്ന് മനസ്സിലായി, നീ ആ പുകയല്ലേ, തനിക്ക് തന്നെ എവിടെ കാര്യം? തെണ്ടി നിക്ക് ഒരു മിനിറ്റ്. ലൂഫി ആഹാരമെല്ലാം എടുത്ത് വായിൽ തിരികി. ആഹാരത്തിന് നന്ദി എന്നിട്ട് ഇറങ്ങി ഓടി. നിക്കടാ എന്ന് പറഞ്ഞ് സ്മോക്കർ വിറകി. ഏസ് വേണീറ്റ് നിക്ക് ലൂഫി, ഇത് ഞാനാടാ എന്ന് പറഞ്ഞ അതിൻ്റെയും പുറകെ ഓടി. കടക്കാരനും കടയിലുണ്ടായിരുന്ന ആൾക്കാരും അന്തിച്ച് നിന്നുപോയി. അവര് പൈസ തരാതെ ഓടിയത്. ഓടുന്ന ലൂഫി ചിന്തിച്ചു, ഓ ഇത് പണിയാണല്ലോ, എൻ്റെ ഗമ അറ്റാക്കൊന്നും അയാൾ കേൾക്കില്ല, ഇപ്പോൾ ഓടുക എന്നത് രക്ഷയുള്ളൂ. ചേസി ചെയ്ത് വന്ന സ്മോക്കർ ടാഷികയെ ഉറക്കെ വിളിച്ചു. അവൾ മുന്നിൽ ഷോപ്പിങ്ങിലായിരുന്നു. അവനെ പിടിക്കുക, അത് സ്ട്രോഹാറ്റാണ്. ലൂഫിയെ കണ്ട് ഓടി വന്ന ടാഷികി വാളെടുത്ത് വീശി. എന്നാൽ ലൂഫി അത് ഒഴിഞ്ഞു മാറി ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി ഓടി. സ്മോക്കറും ട്രാൻസ്ഫോം ചെയ്ത് ആ ബിൽഡിങ്ങിന്റെ പുറത്ത് കയറി. ടാഷികി സോൾജേഴ്സിനെ പെട്ടെന്ന് വിളിച്ചു കൂട്ടു. ഈ നഗരത്തിന്റെ മുക്കും മൂലയിലും സ്ട്രോഹാറ്റ് ക്രൂവിന് വേണ്ടി തിരയണമെന്ന് സ്മോക്കർ ഓർഡർ ഇട്ടു. യെസ് സാർ. സ്ട്രോഹാറ്റ് ക്രൂ അല്ലേ? അതിനർത്ഥം റൊറോനോവ സോറോയും ഈ നഗരത്തിലുണ്ട്. ലൂഫിയാണെങ്കിൽ ഭയങ്കര ഓട്ടം. ഇറകെ ചേസ് ചെയ്ത് വന്ന സ്മോക്കർ വൈറ്റ് സ്നേക്ക് എന്ന അറ്റാക്ക് വഴി ലൂഫിയെ പിടിക്കാനായി കൈ നീട്ടി. അത് കണ്ട ലൂഫി പിന്നെ സ്പീഡിൽ ഓടാൻ തുടങ്ങി. സ്മോക്കർ പിടിച്ചാൽ കാര്യം തീർന്ന്. സ്ട്രോഹാറ്റ്, നീ എന്തിനീ രാജ്യത്ത് വന്നു? നിന്റെ ലക്ഷ്യം എന്താ? സ്മോക്കർ ഉറക്കെ ചോദിച്ചു. എന്റെ ലക്ഷ്യം എന്നാന്നോ? ഞാൻ ക്രോക്കഡൈൽ എന്നൊരുത്തനെ ഇടിച്ച് ശരിയാക്കാൻ വന്നതാ എന്ന് ലൂഫി. ക്രോക്കഡൈലും? ക്രോക്കഡൈലും നീയും തമ്മിലെന്താ ബന്ധം? പെട്ടെന്ന് ലൂഫി അപ്രത്യക്ഷനായി. സ്മോക്കർ നിന്നു. അവൻ എവിടെ പോയി? തെണ്ടി. ശരിക്കും ലൂഫി ബിൽഡിങ്ങിലെ ഇടുക്കിൽ കൂടി താഴെ വീണതായിരുന്നു. അവൻ എണീറ്റ് നേരെ എതിർദിശയിൽ ഓടി. അത് കണ്ട സ്മോക്കർ ഉടനെ തന്നെ പിന്നാലെ വന്നു. ലൂഫി സാൻ എവിടെ പോയതായിരിക്കും? വിവി അത്ഭുതപ്പെട്ടു. ഇത്ര ഹൈ മെയിൻ്റെനൻസ് വേണ്ട ഒരു ക്യാപ്റ്റൻ എന്ന് സാജി. പെട്ടെന്ന് സോറോ എന്തോ കണ്ടിട്ട് അവരോടെല്ലാവരോട് ഒളിക്കാൻ പറഞ്ഞു. അതെന്താ ഭയങ്കര ബഹളം? നേവിയ എന്തോ വലിയ പ്രശ്നം നടക്കുന്നുണ്ടെന്ന് ഉസോപ്പും. ഏതേലും മണ്ടം പൈരറ്റ് ടൗണിൽ കൂടി ഓടി നടക്കുന്നത് വല്ലതും ആയിരിക്കുമെന്ന് സാജി. മണ്ടം പൈരറ്റ് അല്ലേ? അപ്പോഴാണ് ലൂഫി അതിലെ കൂടി കാറിക്കൊണ്ട് ഓടുന്നത്. നേവി പിറകെ. നീ തന്നെയായിരുന്നല്ലേ? ആ സൗണ്ട് കേട്ട് നോക്കിയ ലൂഫി സോറോയെ കണ്ടു. ഓയ് സോറോ, നിങ്ങളല്ല ഇവിടെ ആയിരുന്നു? അവൻ അവരുടെ അടുത്തേക്ക് ഓടി. എടാ മണ്ട, അവരെ കളഞ്ഞിട്ട് വാടാ തെണ്ടി. നേവിക്കാരും അവരെ കണ്ടു. സ്ട്രോഹാറ്റ് ക്രൂ ഇവിടെ ഉണ്ട് സാർ. ലൂഫി അങ്ങോട്ട് ചെന്ന് നേരെ ഓടിപ്പോയി. നിങ്ങൾ എന്തെടുക്കുക? ഓടിക്കോ. സ്ട്രോഹാറ്റുകളുള്ള സാധനവും എടുത്തോണ്ട് ഓടി. സ്മോക്കറും വന്നു. സ്ട്രോഹാറ്റ് എൻ്റെ ആണെന്ന് പറഞ്ഞ അയാൾ ലൂഫിയെ പിടികൂടാനായി കൈ ട്രാൻസ്ഫോം ചെയ്തു. ആക്രമിച്ചു. ലൂഫി ഭയങ്കര ഓട്ടം. പെട്ടെന്നൊരു തീകോളം വന്ന് സ്മോക്കറിന്റെ ആക്രമണം തടഞ്ഞു. എല്ലാവരും ഞെട്ടിപ്പോയി. അതാരാണെന്ന് നോക്കി. നീയോ? മതി, നിർത്ത്. അത് ഏസ് ആയിരുന്നു. ഏസിന്റെ ശരീരത്തിൽ നിന്നും തീ പുറപ്പെടുന്നു. നീ പുകയായിരിക്കും, പക്ഷേ ഞാൻ തീയാണ്. നമ്മൾ തമ്മിലുള്ള ഫൈറ്റിന് ഒരന്ത്യം കാണില്ല. അവന് ഡബിൾ ഫ്രൂട്ട് പവർ ഉണ്ട്. അതാരാ? അയാളെന്തിനാ നമ്മളെ സഹായിക്കുന്നത്? ഏസ്, നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ ലൂഫി. ഏസ്, അത് നീ തന്നെയല്ലേ? നീ ഡബിൾ ഫ്രൂട്ട് കഴിച്ചു? ആ, ഫ്ലെയിം ഫ്രൂട്ട്. നേവിക്കാർ അവരെ വലയം ചെയ്യാൻ തുടങ്ങി. എന്താണെങ്കിലും നമ്മൾക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ വന്നോളാം, നിങ്ങൾ വിട്ടു. ഇവന്മാരെ ഞാൻ തടഞ്ഞോളാം. സ്ട്രോഹാറ്റുകൾ ഓടി. പക്ഷെ ലൂഫി, അയാൾ ആരാ? സ്മോക്കർ ഏസിനെതിരെ നിന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല, നീ എന്തിനു സ്ട്രോഹാറ്റിനെ സഹായിക്കുന്നു? മണ്ടനായ അനിയനെ നോക്കുക എന്നതൊരു ചേട്ടൻ്റെ കടമയല്ലേ? എന്താ ചേട്ടനോ? നീ ഉദ്ദേശിച്ചത്? പോഡ്കാസ്റ്റ് ഡി ഏസ്, വഴിയിൽ നിന്ന് മാറ്. ക്ഷമിക്കണം, അത് ഞാൻ ചെയ്യില്ല. പെട്ടെന്ന് ഏസിന്റെ ശരീരത്തിൽ നിന്നും തീ പറന്നുയർന്നു. സ്ട്രോഹാറ്റുകൾ ഓടുകയായിരുന്നു. നിക്ക് ലൂഫി, അയാൾ ആരാ? നിനക്കറിയാവുന്ന ആളാണോ? ആ, അതെന്റെ ചേട്ടനാണ്. ഏസിന്റെ ഫ്ലെയിം പറന്നുയർന്നു. ജനങ്ങളെല്ലാം ചിതറിയോടി. ഫയർ ഫിസ്റ്റ് ഏസ്, നീ സ്ട്രോഹാറ്റിന്റെ ചേട്ടനാണെന്ന് ചിന്തിക്കുന്നത് തന്നെ. ഉടനെ തന്നെ സ്മോക്കർ അറ്റാക്ക് ചെയ്തു. തീയും പുകയും കൂടിക്കയർന്ന് ഒരു ചുഴലിക്കാറ്റ് പോലെ പറന്നു പൊങ്ങി. ആ പ്രദേശത്തിന് ചുറ്റുമുള്ള ആളുകളെല്ലാം ഇത് കണ്ടു. ഓടിക്കൊണ്ടിരുന്ന സ്ട്രോഹാറ്റുകളും ഇത് ശ്രദ്ധിച്ചു. തീയും പുകയും തമ്മിലുള്ള യുദ്ധം. അവൻ ഫ്ലെയിം ഫ്രൂട്ട് കഴിച്ചെന്നല്ലേ പറഞ്ഞതെന്ന് സാഞ്ചി. പക്ഷേ ലൂഫി, അത് ശരിക്കും നിന്റെ ചേട്ടൻ തന്നെയാണോ? നാമി ചോദിച്ചു. ആന്നേ, അവന്റെ പേരാണ് ഏയ്സ്. നിനക്ക് ചേട്ടനുള്ളത് അത്ര സർപ്രൈസിങ് ഒന്നുമല്ല. പക്ഷേ ഗ്രാൻഡ് ലൈനിൽ അവൻ എന്തെടുക്കുവാണെന്ന് സോറോ ചോദിച്ചു. ഏയ്സ് ഒരു പൈരറ്റാണ്. എന്നെക്കാളും 3 വർഷം മുന്നേ വൺ പീസ് കണ്ടുപിടിക്കാൻ അവൻ ദ്വീപ് വിട്ടു പോയതാണ്. എന്താണേലും പെട്ടെന്ന് തന്നെ ഇനി ആരേലും പിറകെ വരുന്നതിന് മുന്നേ മെറിയിലേക്ക് തിരികെ പോകാം. അവരോടി. എന്നാലും ഏസിനെ ഇവിടെ വെച്ച് കാണുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ലൂഫി തിരിഞ്ഞു നിന്നായിരുന്നു ഓടിയത്.
അപ്പോൾ മുന്നിലെ വഴി രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ഇടത്തെ വഴി പോയപ്പോൾ തിരിഞ്ഞു നിന്നോടിയ ലൂഫി വലത്തോട്ട് പോയി. തീയും പുകയും തമ്മിലുള്ള പോരാട്ടത്തിന് അവസാനമില്ലെന്നാണ് തോന്നുന്നതെന്ന് സ്മോക്കർ. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് സ്മോക്കറിന്റെ കണ്ണു വെടിച്ച് എയ്സ് കടന്നു കളഞ്ഞു. സ്ട്രോഹാറ്റ് ക്രൂ എവിടെ പോയി? സ്മോക്കർ കീഴുദ്യോഗസ്ഥനോട് ചോദിച്ചു. അവർ രക്ഷപ്പെട്ടു സാർ. ഗ്രാൻഡ് ലൈനിൽ വന്നിട്ട് ആദ്യമായി സ്ട്രോഹാറ്റിനെ എൻ്റെ കൈവളയിൽ കിട്ടിയിട്ടും പോഡ്കാസ്റ്റ് എയ്സ് നീ കാരണം. സ്ട്രോഹാറ്റുകൾ ഗോയിങ് മെറിയിൽ ചെന്ന് ഉടനെ തന്നെ രക്ഷപ്പെടാൻ കപ്പൽ തയ്യാറാക്കി. നമ്മളിപ്പോൾ ഇവിടെ വന്നതല്ലേ ഉള്ളൂ, ഇപ്പോഴേ ഇവിടുന്ന് പോകുവാണോ എന്ന് ഉസോപ്പ് വിവിയോട് ചോദിച്ചു. അതെ, നമ്മൾക്ക് ആവശ്യമുള്ളത് ശേഖരിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ നിർത്തിയത്. ഇനി നമ്മൾ നദിയിലൂടെ അലബാസയുടെ ഉള്ളിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. നമ്മളുടെ അടുത്ത ലക്ഷ്യസ്ഥാനം പച്ചപ്പിന്റെ നഗരം എന്നറിയപ്പെടുന്ന എറുമാലുവാണ്, വിവി പറഞ്ഞു. സ്ട്രോഹാറ്റുകൾ എല്ലാം സെറ്റാക്കി നോക്കിയപ്പോൾ നമ്മളിൽ ആരോ ഒരാൾ മിസ്സിംഗ് ആണെന്ന് തോന്നുന്നല്ലോ. എനിക്ക് അതെ, കൃത്യമായി ഒരുത്തൻ മാത്രം മിസ്സിംഗ് ആണ്. ലൂഫി പിന്നെ വഴിതെറ്റി ഒരിടത്തെത്തി. ഷെടാ, ഞാൻ മാത്രമല്ല ഇവിടെ, അവരൊക്കെ എവിടെ പോയി എന്നവൻ വണ്ടർ അടിച്ചു. അപ്പോൾ ഷോ, നിന്നെ രക്ഷിച്ചതിന് ഒരർത്ഥവും ഇല്ലാണ്ടായല്ലോ എന്ന് അവിടേക്ക് വന്ന് എയ്സ്. യോ എയ്സ്, എത്ര നാളെ നിന്നെ കണ്ടിട്ട് ലൂഫി. നിന്നെ ഇതിപ്പോ എത്ര വർഷമായി കാണും? നല്ല ചോദ്യം. പക്ഷേ ലൂഫി, നീ ഇപ്പോഴും നിന്റെ പേസിൽ തന്നെ പോകുന്നതല്ലേ, പണ്ടത്തെ പോലെ തന്നെ നീയും. എന്നാലും നീ ഒരു ഡെവിൾ ഫ്രൂട്ട് കഴിച്ചല്ലോ, അതിലുപരി നീ പഴയ പോലെ തന്നെ. പണ്ട് തോട്ടത്തിൽ ഒളിച്ചു കയറിയിട്ട് 100 തണ്ണിമത്ത് നിന്നിട്ട് തോക്ക് പോലെ കുരു തുപ്പിയിട്ട് ഓടിയ പോലെ. അത് ഞാനല്ല, നീയാണെന്ന് ഏസു പറഞ്ഞു. എന്നിട്ട് തലയിടിച്ച് വീണതും അതും നീയാ. ഞാനത് കണ്ട് ചിരിക്കുമായിരുന്നു. വൻ മത്സരം. പക്ഷേ ബാരൽ പൊട്ടിയത് കാരണം അത് അവസാനിപ്പിച്ചു. നമ്മളിപ്പോഴും അതേപോലെ തന്നെ. അതെ, ഓ നൊസ്റ്റാൾജിയ വരുന്നു. പിന്നെ ലൂഫി, നിന്റെ കൂട്ടുകാരൻ നിന്നെ നോക്കി നടക്കുമായിരുന്നല്ലോ. ആ അതെ, പക്ഷേ എയ്സ്, നീ എന്താ ഈ രാജ്യത്തിൽ? ലൂഫി ചോദിച്ചു. അപ്പോൾ ഞാൻ ഡ്രമ്മിൽ വെച്ച് നിനക്ക് അയച്ച മെസ്സേജ് നിനക്ക് കിട്ടിയില്ലായിരുന്നു? ഡ്രം? അത് വലിയ കാര്യമൊന്നുമല്ല. ഞാൻ ചെറിയൊരു ബിസിനസ്സായിട്ട് വന്നതാണ് ഇതിലെ കൂടി. അതുകൊണ്ട് നിന്നെ ഒന്ന് അന്വേഷിക്കാമെന്നും വെച്ചു, എയ്സ് പറഞ്ഞു. ചെറിയ ബിസിനസ്സോ? ഞാനിപ്പോൾ വൈറ്റ് ബിയർഡ് പൈരറ്റ്സിലെ ഒരു അംഗമാണ്. ഇത് വൈറ്റ് ബിയർഡ് പൈരറ്റ്സിന്റെ ചിഹ്നവ. ഇതാണ് എൻ്റെ അഭിമാനം. ഓ ലൂഫി, നീ വൈറ്റ് ബിയർഡ് പൈരറ്റ്സിൽ ചേരുന്നു? നിന്റെ കൂട്ടുകാർക്കും വരാം, എയ്സ് ചോദിച്ചു. ഓ ഇല്ല, എനിക്ക് തോന്നിയായിരുന്നു, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും മഹാനായ കടൽക്കൊള്ളക്കാരനാണ് വൈറ്റ് ബിയർഡ്. എനിക്ക് അദ്ദേഹത്തിനെ കടൽക്കൊള്ളക്കാരുടെ രാജാവാക്കണം, നിന്നെയല്ല ലൂഫി. ഓ അത് കുഴപ്പമില്ല, പുള്ളിയെ ഞാൻ ഫൈറ്റ് ചെയ്തോളാമെന്ന് ലൂഫി. ഞാനാണ് കടൽക്കൊള്ളക്കാരുടെ രാജാവാകാൻ പോകുന്നത്. ഈ സമയം മറീൻ കപ്പലിൽ ബന്ധനസ്ഥനായിരുന്ന മിസ്റ്റർ 11 ടൗണിൽ എന്തോ നടന്നു കാണണം. സ്മോക്കറും ബാക്കിയുള്ളവരും അതാ കപ്പൽ വിട്ടു പോയത്. പക്ഷെ ഇത് നന്നായി, ഈ അവസരം മുതലെടുത്ത് ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. എന്നാൽ മിസ്റ്റർ 11 3 പേർ കപ്പലിലേക്ക് വന്നു. എൻ്റെ കോഡ് നെയിം അറിയാമെങ്കിൽ നിങ്ങൾ ബറോക്ക് വർക്സിലെ അംഗങ്ങളാണോ? നിങ്ങൾ മില്യൺസ് ആണോ? എന്നാൽ പെട്ടെന്ന് തന്നെ രക്ഷിക്കേ. അതെ, ഞങ്ങൾ ബറോക്ക് വർക്സിലെ അംഗങ്ങളാണ്, പക്ഷേ ഞങ്ങൾ ബില്യൺസാ. അതിനർത്ഥം അടുത്ത നമ്പേർഡ് ഏജന്റ് ആകാൻ ഞങ്ങൾക്കാണ് അവസരമെന്ന്. ഒരു ഏജന്റ് എന്ന നിലയിൽ നീ അത്ര ശക്തനൊന്നുമല്ല, ഞങ്ങളെക്കാളും ഇച്ചിരി പവറുണ്ട്, അത്രേ ഉള്ളൂ. ഓ സോറി ബില്യൺസ്, എന്നെ ഇവിടുന്ന് രക്ഷിക്കുമോ? ബില്യൺസ് തോക്കി ചൂണ്ടി. നീ ഇല്ലാതായാൽ ഞങ്ങളിൽ ഒരാൾക്ക് നമ്പേർഡ് ഏജന്റായി പ്രൊമോഷൻ കിട്ടും. അതുകൊണ്ട് ബില്യൺസ് അവിടെ നിന്ന് പോകുമ്പോൾ ഒരാൾ ഓടി വന്ന് ഫയർഫിസ്റ്റ് ഏസ് ടൗണിലുണ്ടെന്ന് പറഞ്ഞു. ഏസിനെ തോൽപ്പിച്ചാൽ പ്രൊമോഷൻ ഉറപ്പാണെന്ന് കരുതി അവർ അവിടേക്ക് കുതിച്ചു. എന്താണേലും ലൂഫി, നിന്റെ കൂട്ടുകാരെ തരിക. അവര് കപ്പലിലേക്ക് പോയി കാണുമെന്ന് ലൂഫി പറഞ്ഞു. എവിടാ നിന്റെ കപ്പൽ അടുപ്പിച്ചിരിക്കുന്നത്? ഏസി ചോദിച്ചു. ശരിക്കും എനിക്കറിയാൻ മേല. എന്തുവാടേ, പൈരറ്റ് ഷിപ്പിലെ ക്യാപ്റ്റന് കപ്പൽ എവിടെയാണെന്നുള്ളതെന്ന് അറിഞ്ഞിരിക്കണം. അവർ ഇടവഴിയിലൂടെ നടന്നപ്പോൾ പാത്തും പതുങ്ങിയും ആളുകൾ ഏസിനെയും ലൂഫിയെയും വലയം ചെയ്യുന്നുണ്ടായിരുന്നു. അതൊന്നും കുഴപ്പമില്ലെന്നേ, നിനക്കൊരു മാറ്റവും ഇല്ലല്ലോടെ. പിന്നെ നിന്റെ ക്രൂ എങ്ങനെയുണ്ട്? ലോകത്തിലെ ഏറ്റവും മഹാനായ സ്പോർട്സ്മാൻ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്പോർട്സ്മാൻ ഉണ്ട്. അവൻ എപ്പോഴും വയറിലൊരു ഹരമാക്കി ഇട്ടുകൊണ്ട് നടക്കുന്നത്. പിന്നെ ഒരു നാവിഗേറ്റർ, അവൾക്ക് മാപ്പ്, ടാഞ്ചറീന്, പൈസ ഇതൊക്കെ ഇഷ്ടമാണ്. പിന്നെ നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കുന്ന ഒരു കുക്ക്, പിന്നെ ഒരു നുണയൻ, അതുപോലെ ഒരു റെയിൻഡിയറും ഉണ്ട്. വെറൈറ്റി ക്രൂ ആണല്ലോ. ഓ പിന്നെ ഇപ്പോ ഞങ്ങളുടെ കൂടെ ഒരു രാജകുമാരിയും താറാവും കൂടിയുണ്ട്. ഓ അവരെല്ലാവരും അടിപൊളിയാ. എന്നാലും ലൂഫി, കയ്യിലെണ്ണാവുന്ന അത്രയും പേരെ വെച്ചൊരു പൈരറ്റ് ക്രൂവും. പിന്നെ എനിക്കൊരു മ്യൂസീഷ്യനെ കൂടി വേണം. പെട്ടെന്ന് ബറോക്ക് വർക്സ് അവരുടെ മുന്നിൽ വന്നു നിന്നു. ലൂഫി ഇല്ലാതെ യാത്ര തിരിക്കുന്നത് ശരിയാണോ? ചോപ്പർ ചോദിച്ചു.
തീരത്തെല്ലാം നേവിക്കാരാണ്, ആദ്യം കപ്പൽ ഒളിപ്പിക്കണം, അതിന് പറ്റിയ ഒരു സ്ഥലം മുന്നിലുണ്ടെന്നാ വിവി പറഞ്ഞത് എന്ന് നാമി. കാര്യങ്ങളെല്ലാം ഒന്ന് തണുത്തിട്ട് നമ്മൾക്ക് ലൂഫിയെ നോക്കാമെന്ന് സാഞ്ചിയും പറഞ്ഞു. ബില്യൺസ് ഏസിനെയും ലൂഫിയെയും വളഞ്ഞു. അതിലൊരുത്തൻ ലൂഫിയെയും തിരിച്ചറിഞ്ഞു. അവന്മാര് ഭീഷണിപ്പെടുത്തി വൺ ഡയലോഗടി. എന്നാൽ ലൂഫി വേസും അത് മൈൻഡ് ചെയ്യാതെ നടന്നു. പക്ഷെ ബില്യൺസ് അവരെ ആക്രമിച്ചു. ഉടനെ തന്നെ ലൂഫി അതിലെ നേതാവിനെ അടിച്ച് പാർത്തി കളഞ്ഞിട്ട് ഇരുവരും നടന്നുപോയി. അങ്ങനെ പോയപ്പോൾ അവർ കടൽ തീരം കണ്ടു. ലൂഫി അതിൽ കൂടി പോകുന്ന ഗോയിങ് മെറിയെ കണ്ടു. എന്നാൽ ബറോക്ക് വക്സ് അവരെ ചേസ് ചെയ്യുന്നുമുണ്ടായിരുന്നു. സ്ട്രോഹാറ്റുകളും തീരത്ത് നിന്ന് ലൂഫിയെയും കണ്ടു. ലൂഫിയെ ഉടനെ തന്നെ കൈനീട്ടി മെറിയിൽ പിടിച്ച് റബ്ബർ ബാൻഡ് വിട്ട പോലെ വാലിഞ്ഞു നിന്ന് സാഞ്ചിയും ചോപ്പറിന് ഇടിച്ചിട്ട് വീണു. എടാ, നീ എന്തോരം പ്രശ്നം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നിനക്ക് വല്ല പിടിയുമുണ്ടോ ലൂഫി? ഞാൻ ഈ കരിപ്പ്. സോറി. അയ്യോ ഏസ്, നിന്റെ ചേട്ടൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ ഇട്ടേച്ചു വന്നാൽ ശരിയാകുമോ എന്ന് ഉസോപ്പും ചോദിച്ചു. ആ, കുഴപ്പമില്ലായിരിക്കും. ഏസ് ശക്തനോ? ആ, പണ്ടവൻ ഫ്ലെയിം ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഒരൊറ്റ ഫൈറ്റിൽ പോലും ഞാൻ ഏസിനെ തോൽപ്പിച്ചിട്ടില്ല. അവൻ ശരിക്കും ശക്തനാ. നാമിക്ക് അത്ഭുതം. നിനക്ക് തോൽപ്പിക്കാൻ പറ്റാത്ത ചോര നീരുമുള്ളൊരു മനുഷ്യനുണ്ടോ? ഒരു മോൺസ്റ്ററിന്റെ ചേട്ടൻ അതിലും വലിയ മോൺസ്റ്റർ ആയിരിക്കുമല്ലോ എന്ന് ഉസോപ്പും. അതെ, ഞാൻ എപ്പോഴും തോൽക്കും, പക്ഷേ ശ്രമിച്ചാൽ ഇത്തവണ ഞാൻ ജയിക്കും. അപ്പോൾ ഉയർന്നു ചാടിയ ഏസ് മെറിയിൽ വന്നിരുന്നു. ആര് ജയിക്കുമെന്നാ പറഞ്ഞേ? ഓ ഏസ്, ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ക്രൂ. ഓ, എൻ്റെ അനുജനെ നോക്കുന്നതിൽ എല്ലാവർക്കും നന്ദി. ഓ ഒരിക്കലുമില്ല. ഇവനെ ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി പാടാണ്, എന്നാലും ഒരിക്കലുമില്ല. അവനെ നല്ലപോലെ നോക്കിക്കോണം. നിങ്ങൾക്കൊത്തിരി കാര്യങ്ങൾ പറയാൻ കാണും. അകത്തേക്ക് വരൂ, ഞാൻ ചായ ഉണ്ടാക്കാമെന്ന് സാഞ്ചി പറഞ്ഞു. വേണ്ട, അത് കുഴപ്പമില്ല. ഏസ് സാഞ്ചിയുടെ സിഗരറ്റ് കത്തിച്ചു കൊടുത്തു. ലൂഫിയെ പോലെ ഒരു അന്തവുമില്ലാത്ത ഒരാൾ അവൻ്റെ ചേട്ടനെന്ന് ഞാൻ വിചാരിച്ചതെന്ന് ഉസോപ്പ്. ഇത്രയും മാന്യനായ ഒരാൾ ലൂഫിയുടെ ചേട്ടനാണെന്നോ എന്ന് നാമിയും. അനിയനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു നല്ല ചേട്ടനായതെന്ന് സോറോയും. ചേട്ടന്മാരെല്ലാം അടിപൊളിയാണെന്ന് ചോപ്പറും പറഞ്ഞു. കടൽ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ്. കണ്ടോ, ഇവരൊക്കെ അടിപൊളിയല്ലേ എന്ന് ലൂഫി. പെട്ടെന്ന് കുറച്ച് ബറോക്ക് വക്സ് കപ്പലുകൾ പ്രത്യക്ഷപ്പെട്ടു. അവർ ഏസിന്റെയും ലൂഫിയുടെയും പിറകെ ആയിരുന്നു. ഇവന്മാര് പിന്നെ ലൂഫി, ഞാൻ അവരെ ഡീൽ ചെയ്തോളാം. അത് പറഞ്ഞ് ഏസ് തന്റെ ചെറിയ ബോട്ടിലേക്ക് ചാടി. ആ ചെറിയ ബോട്ടിൽ ഏസ് എന്ത് ചെയ്യുമെന്ന് സ്ട്രോഹാറ്റുകൾ അത്ഭുതപ്പെട്ടു. പെട്ടെന്ന് ഏസിന്റെ കാലിൽ നിന്നും തീ വളർന്ന് ബോട്ട് മുന്നിലേക്ക് കുതിച്ചു. വൈറ്റ് ബിയർഡ് പൈററ്റ്സിലെ 2nd ഡിവിഷൻ കമാൻഡർ എത്ര ശക്തിയാണെന്ന് നോക്കാം എന്ന് സോറോ. ആ ബോട്ട് ഏസിന്റെ ഫ്ലെയിം കൊണ്ടായിരുന്നു കുതിക്കുന്നത്. മുന്നിൽ വന്നു നിന്ന 5 വലിയ ബറോക്ക് വക്സിന്റെ കപ്പലിനെ ഏസ് ഒറ്റയ്ക്ക് നേരിടാൻ പോകുന്നു. പെട്ടെന്ന് ബോട്ട് താഴേക്ക് ചവിട്ടിത്താത്തി ഏസ് ഉയർന്നു ചാടി. തീയുടെ ശക്തി കൊണ്ടവൻ ആ 5 കപ്പലിൽ ചാടിക്കടന്ന് ഉയർന്നു വന്ന ബോട്ടിൽ കൃത്യമായി നിന്നു. ഏസിന്റെ ശക്തിയിൽ ആ 5 കപ്പലുകളും തകർന്ന് താരിപ്പണമായി പോയി. സ്ട്രോഹാറ്റുകൾക്ക് കണ്ടത് വിശ്വസിക്കാനായില്ല. ഞൊട്ടിയുടെ നേരത്തിലല്ലേ അവനത് തകർത്തത്. സ്മോക്കർ അവിടെ ഇരിക്കുകയായിരുന്നു. ക്യാപ്റ്റൻ സ്മോക്കർ അവിടേക്ക് വന്ന ടാഷികി പറഞ്ഞു. സ്ട്രോഹാറ്റ് ലൂഫിയും ക്രൂവും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു. ടാഷികി, നിനക്ക് എന്ത് തോന്നുന്നു? വിവി അവരുടെ കൂടെ ഉണ്ടായിരുന്നു. വിവി? രാജകുമാരി നെഫർത്താരി വിവിയോ? സ്ട്രോഹാറ്റുകളുടെ കൂടെ ഉണ്ടായിരുന്നെന്നോ? ചിലപ്പോൾ അവളെ പിടിച്ചുകൊണ്ട് പോയതായിരിക്കും. രാജകുമാരിയെ കൊണ്ട് എന്തെങ്കിലും ഗൂഢതന്ത്രം അവർ പ്ലാൻ ചെയ്യുന്നുണ്ടാവും എന്ന് ടാഷികി പറഞ്ഞു. അല്ല, വിവി അവരിൽ ഒരാളെ പോലെയാണ് പെരുമാറിയത്. ഈ രാജ്യത്തെന്തോ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഓഫീസർ അവിടേക്ക് വന്ന് പറഞ്ഞു, സാർ, നമ്മളുടെ ബന്ദിയായിരുന്ന മിസ്റ്റർ ഇലവണ്ണെ ആരോ വധിച്ചു. അതുപോലെ സ്ട്രോഹാറ്റുകളെയും ഈ തീരത്ത് കാണുന്നില്ല. പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. അവരെവിടേക്കാണ് പോകുന്നതെന്നതിനെ കുറിച്ച് എനിക്ക് നല്ല ഐഡിയ ഉണ്ട്. അവർ ക്രോക്കഡൈലിന് പിറകെയാണ്. ക്രോക്കഡൈലോ? 7 വാർലോഡുകളിൽ ഒരാളോ? ഗവൺമെന്റിന്റെ സപ്പോർട്ടുള്ളതല്ലേ അവർക്ക്? ടാഷിക്ക് ചോദിച്ചു. എനിക്ക് 7 വാർലോഡുകളെ ഇഷ്ടമല്ലെന്ന് നിനക്കറിയാമല്ലോ, പ്രത്യേകിച്ച് ആ വൃത്തികെട്ട മനുഷ്യന്. പക്ഷെ നിലപാട് വെച്ച് നേവിയുടെ അലയല്ലേ അവർ എന്ന് ടാഷിക്ക്. അയാൾ പണ്ട് മുതലേ ഒരു സൂത്രശാലിയായ മനുഷ്യനാണ്. ഗവൺമെന്റിനെ മൗനത്തോടെ അംഗീകരിക്കുന്ന ഒരാളല്ല അയാൾ. ടാഷികി, നീ ഓർത്തിരിക്കേണ്ടത് ഇത് മാത്രമാണ്. എവിടെ തന്നെ പോയാലും ഒരു പൈരറ്റ് തന്നെയായിരിക്കും. ക്രോക്കഡൈൽ എവിടുണ്ടോ അവിടെ സ്ട്രോഹാറ്റ് ഉറപ്പായും പ്രത്യക്ഷപ്പെടും. അവിടെ ചെന്നാൽ നമ്മൾക്ക് കാര്യങ്ങൾ വ്യക്തമാകും. അടുത്ത തവണ ഉറപ്പായി ഞാൻ നിന്നെ പിടിച്ചിരിക്കും മുഗീവറ. ഗോയിങ് മെറിയിൽ ചെറിയൊരു പാർട്ടി നടക്കുകയായിരുന്നു. എയ്സ് അപ്പം നമ്മളിൽ ഒരാളായി. ചിയേഴ്സ്! ലൂഫി, ചോപ്പർ, ഉസോപ്പ് ആഘോഷം. നിങ്ങളുടെ കൂടെ ചേരുമെന്ന് ആര് പറഞ്ഞു? അത് മൈൻഡ് ചെയ്യാതെ ലൂഫി, ചോപ്പർ, ഉസോപ്പ് ആഘോഷം. ഓ, അത് മൈൻഡ് ചെയ്യണ്ട. കുടിക്കാൻ വേണ്ടി കാരണം നോക്കി നടക്കുന്നവന്മാരാ എന്ന് നാമി. എയ്സ്, നീ എന്റെ കൂടെ ചേരില്ലെന്ന് ഉറപ്പാണോ? ലൂഫി ചോദിച്ചു. ഞാനൊരു മനുഷ്യനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവന്റെ പേര് ബ്ലാക്ക് ബിയർഡ്.
ബ്ലാക്ക് ബിയർഡോ? ഡ്രം കിങ്ഡം ആക്രമിച്ച പൈരറ്റ് അല്ലേ അതെന്ന് വിവി. എയ്സ് തുടർന്നു. അവൻ വൈറ്റ് ബിയർഡ് പൈരറ്റിലെ സെക്കൻഡ് ഡിവിഷനിലെ ഒരു അംഗമായിരുന്നു, എൻ്റെ ആൾക്കാരിലെ ഒരാൾ. പക്ഷേ ഒരു പൈരറ്റ് ഷിപ്പിൽ ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പാപം അവൻ ചെയ്തു. ഒരു ക്രൂമേറ്റിനെ അവൻ കൊന്നിട്ട് കടന്നു കളഞ്ഞു. ഞാൻ കമാൻഡർ ആയതുകൊണ്ട് അവനെ കണ്ടുപിടിച്ച് എനിക്ക് ശിക്ഷിക്കണം. ഞാൻ ഈ നാട്ടിൽ വന്നത് തന്നെ യൂബയിൽ ബ്ലാക്ക് ബിയർഡിനെ കണ്ടെന്നുള്ളൊരു വാർത്ത കേട്ടാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന അതേ സ്ഥലത്തേക്കാണ് താങ്കളും പോകുന്നതെന്ന് വിവി പറഞ്ഞു. അവൾ മാപ്പ് തുറന്നു. നമ്മൾ സാണ്ടോര നദിയിൽ പ്രവേശിച്ചതേ ഉള്ളൂ. ആദ്യം നമ്മൾ എലുമാലുവിൽ ലാൻഡ് ചെയ്യും. അതിനുശേഷം യൂബയിൽ ചെല്ലാനായി അലബാസിയുടെ ഉള്ളിലേക്ക് കടക്കും. റിബൽ ആർമിയുടെ നേതാവ് യൂബയിലാണുള്ളത്, വിവി പറഞ്ഞു. അപ്പോൾ നമ്മൾക്ക് ഒരുമിച്ച് കുറച്ചു ദൂരം യാത്ര ചെയ്യാമെന്ന് നാമിയും പറഞ്ഞു. അതെ, ലൂഫിയുടെ ചേട്ടന് എപ്പോഴും ഇവിടെ സ്വാഗതം. അപ്പോൾ നല്ലൊരു നേരത്തിനായി